ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ കോടീശ്വരിയാണെന്ന് കണ്ട് സ്നേഹം ഭാവിച്ച് വരലായിരിക്കും. വളയ്ക്കാനേ. എന്റെ പൊന്നു മാഡം, ആ കൺട്രികളുടെ വലയിലൊന്നും പോയി വീണേക്കരുത് പ്ലീസ്. ഇല്ല രാജു. അഥവാ അവരോടൊപ്പം പെട്ടുപോയാ അവര് കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കും, അത് ഉറപ്പാ. ഞാൻ പോയില്ലെന്ന് പറഞ്ഞില്ലേ. പോവരുത്. രാജു, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്താ മാഡം? എന്റെ അമ്മ എവിടെ ഉണ്ടെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് ഇല്ല മാഡം, ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല. മാഡം വിഷമിക്കാതെ. മാഡത്തിന്റെ അമ്മ ഈ രാജ്യത്ത് എവിടെ ഉണ്ടെങ്കിലും ഈ രാജു കണ്ടുപിടിച്ചിരിക്കും. ഷുവർ. രാജു, മുൻപ് അമ്മയോടൊരു വെറുപ്പായിരുന്നു. ഇപ്പൊ അമ്മയോടുള്ള സ്നേഹം കൂടിക്കൂടി വരിക. അമ്മ എനിക്ക് കണ്ടേ പറ്റൂ രാജു. അമ്മ എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെന്താ എന്നെ നേരിട്ട് കാണാൻ വരാത്ത? മാഡം, അതിന്റെ കാര്യങ്ങൾ അമ്മയ്ക്കല്ലേ അറിയൂ. എന്തായാലും മകളെ മറന്ന് അമ്മയ്ക്ക് പോകാൻ കഴിയില്ല. വരും, വരാതിരിക്കില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വേണേട്ടാ. അങ്ങനെ ഇന്നലെ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റി. രാജുവിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന്റെ സന്തോഷം കൊണ്ടല്ലേ? അതെ വേണേട്ടാ. രാജുവിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ, രാജു കാരണം കുഴപ്പമുണ്ടാവുന്നത് വർമ്മ സാറിനും കൂടെയല്ലേ? അതെ, രാഷ്ട്രീയ ലേഡി. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ സാറിന് ശത്രുക്കൾ പൊളിച്ചടയ്ക്കാന്. ദൈവം കാത്തിരക്ഷിച്ചു എന്ന് പറഞ്ഞാ മതി. വല്ലാത്ത ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല. എന്നാ നീ ഉറങ്ങടി. ഏയ്, അങ്ങനെ കിടന്നുറങ്ങുന്ന ഐശ്വര്യക്കേടാ. ഓ, രാവിലെ എഴുന്നേക്കുമ്പോ ഓർക്കും ആരെങ്കിലും ഒരു കാപ്പി കൊണ്ട് തന്നിരുന്നെങ്കിലെന്ന്. നിന്റെ ആഗ്രഹം നിന്റെ മരുമോളൊന്ന് അറിഞ്ഞാ മതി. ആ കൊച്ചു വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് കാപ്പി ഉണ്ടാക്കി കാത്തിരിക്കുമായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഞാനത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് പറ്റില്ലല്ലോ. ഇപ്പൊ ഒരു ലഘുനാടകമല്ലേ ഇവിടെ നടക്കുന്നേ? കീരികളും പാമ്പുകളും എന്ന നാടകം. ഇനിയിപ്പോ കാപ്പി സ്വയം ഉണ്ടാക്കി കുടിക്കാം. അമ്മേ, ഗുഡ് മോർണിംഗ്. അച്ഛാ, നേരം നാക്ക് ഉടക്കിയല്ലേ അച്ഛാ. നേരം വെളുത്ത് എഴുന്നേക്കൂ. ഓ, കോഫി. കോഫി എടുക്കച്ച.
അമ്മ അമ്മ എടുക്ക്. ആ, എടുക്ക്. ഞാനെന്തേ കാണുന്നത്? മായയോ മഹിമയോ? മായേ മഹിമയൊന്നും അല്ല, മരുമകൻ ഉണ്ടാക്കി തന്ന കോഫിയാ. ഓ, ഇതെന്താ അത്ഭുതോ. ഇനി അങ്ങനെ പലതും കാണാൻ കിടക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? രാവിലെ സംസാരം കേട്ടല്ലോ. പ്രശ്നമൊന്നും തീർന്നില്ല. ഇങ്ങനെ ഉറക്കത്തി കിടന്നു ഉറക്ക ചീത്ത വിളിക്കുന്ന ശീലമുണ്ട്. ആ, ഓരോരുത്തരുടെയും കൾച്ചർ അനുസരിച്ചുള്ള പണി അവര് കാണിച്ചിരിക്കും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ അതെന്താ കേക്കണേ? അത് മറ്റൊരു മായയാണ് വത്സല. ഓ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ പ്രിയേ, സഹധർമ്മിണി, ജനാർദ്ദന ദാ ചായ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എടുക്ക്. ആ, ചുണ്ടോടടുപ്പിച്ച് തരണോ? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. മേഡം ചായ എടുക്ക്. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇതെന്തു പറ്റി എല്ലാവർക്കും ഇവിടെ? കൃഷ്ണ മുകുന്ദ അമ്മയും മകനെയും ദൈവം അലക്കി വെളുപ്പിച്ചു എന്ന് പറഞ്ഞാ മതി. നാരായണ ഹരേ. സച്ചിദാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ നാരായണ ഹരേ.